ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് പൈൽ സെലക്ഷൻ നടത്താം. താങ്ക് യു. Three of Pentacles in energy. Judgment. Okay. ഇത് നമ്പർ 3, ഇത് നമ്പർ 20. അപ്പോൾ കുറച്ചൊന്ന് കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത് 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നമുക്ക് കാർഡ്സ് എടുത്തിട്ട് നോക്കാം മെസ്സേജസ് വന്നിട്ട്. താങ്ക് യു. പൈൽ നമ്പർ 1. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് 2 കാർഡ്സ് വന്നിട്ടുണ്ട്. 8 ഓഫ് വാൻഡ്സിൻ്റെ എനർജി, അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി. ഇവിടെ ഹെർമിറ്റ്. ഓക്കെ. ബാക്കിൽ വന്നിട്ട് 3 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഓക്കെ. ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് റീബിൽഡ് ചെയ്യുന്ന എനർജിയാണ്. അതായത് പാസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്, കുറച്ച് പേർക്ക് ശക്തിയായിരിക്കാം, പവർ ആയിരിക്കാം, ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം. ഓക്കെ. അപ്പോൾ അതെല്ലാം വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ദിവസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ 8 ഓഫ് വാൻഡ്സിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ ട്രാവൽ ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് കുറച്ച് പേർക്ക് എന്തെങ്കിലും ഫോൺ കോൾ ആയിരിക്കാം, ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് വരുന്നുണ്ട്, എന്തെങ്കിലും ഗൈഡൻസ് വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിനോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ. അപ്പോൾ പീസ്, ആ ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു എനർജി നിങ്ങൾ ചൂസ് ചെയ്യുക. പെട്ടെന്നൊരു ട്രിഗർ വരുന്നുണ്ടാകാം, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സർപ്രൈസിങ് ആയിട്ടുള്ള എലമെൻറ്റ് വരുന്നുണ്ടാകാം. ആ സമയത്തും കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഹെർമിറ്റിൽ വന്നിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒത്തിരി നോളേജ്, ഒത്തിരി അറിവുകൾ ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മുതിർന്നവരുടെ അനുഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് കൂടെ ഉള്ളതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 3 ഓഫ് വാൻഡ്സിൽ വന്നിട്ട് നിങ്ങളുടെ കംഫർട്ട് സോൺസ് എന്തൊക്കെയാണ്, ഏത് എനർജിയിലിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നത്, ഞാൻ സുരക്ഷിതയാണ് അല്ലെങ്കിൽ സുരക്ഷിതനാണ്, അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പേടി വരുന്നുണ്ട്, ഫിയർ വരുന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോൺ എങ്ങനെ ബ്രേക്ക് ചെയ്യാം, ഓക്കെ, അതിൽ കുറച്ചും കൂടെ നിങ്ങൾ ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ എല്ലാ കാര്യങ്ങളോടും നോ പറയുന്നുണ്ടാകാം, എല്ലാത്തിനോടും ഒരു ഇഷ്ടമില്ലാത്ത ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. കുറച്ച് പേർക്ക് നിങ്ങളുടെ ആ ഒരു പൊട്ടൻഷ്യൽ, നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി കഴിവുകളുണ്ട്, ഒത്തിരി നോളേജ് ഉണ്ട്, വിസ്ഡം ഉണ്ട്. അത് കുറച്ചും കൂടെ നിങ്ങൾ അക്നോളജ് ചെയ്ത് കഴിയുമ്പോൾ, നിങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു സെൽഫ് വർത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ബാലൻസിൽ വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. താങ്ക് യു. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താ നോക്കാം. ഈ ഒരു സമയത്ത് എന്ത് ബ്ലെസ്സിങ്സ് ആണുള്ളത്. വാവ്. ഫൂളിൻ്റെ എനർജി, ഫ്രഷ് സ്റ്റാർട്ട്. ഓക്കെ. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, അവസരമായിരിക്കാം. ഓക്കെ. ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ, നിങ്ങളുടെ മെൻറ്റാലിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്, ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് പുതിയ രീതിയിലൊക്കെ ചിന്തിക്കാനായിട്ടുള്ള ആ ഒരു എനർജി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഒത്തിരി പ്യൂരിറ്റിയുടെ എനർജി,
ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഡെത്തിൻ്റെ എനർജിയാണ്, ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ്റെ എനർജി. നിങ്ങൾ പാസ്റ്റിൽ ഒത്തിരി ജഡ്ജ്മെൻറ്റിൻ്റെ എനർജിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, മുൻവിധികൾ, അതായത് മറ്റുള്ളവർ എന്നെക്കുറിച്ചിട്ട് ഇതാണ് തിങ്ക് ചെയ്യുന്നത്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ്, ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഒത്തിരി വാലിഡേഷൻ്റെ ആവശ്യം വരുന്നുണ്ടാകാം, ഒത്തിരി പേരോട് ചോദിക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടാകാം, അത് നിങ്ങളെ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരുത്തിയിട്ടുണ്ടാകാം. അപ്പോൾ അവിടെയെല്ലാം ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ ഫോർഗീവ്നെസ്സിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് വന്നിട്ട് നിങ്ങളുടെ പർപ്പസായിട്ട്, നിങ്ങൾ എന്താണോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു എനർജിയായിട്ട് മുന്നോട്ട് പോകാനായിട്ടും കുറച്ച് പേര് ഡിസിഷൻസ് എടുക്കുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഫ്രഷ്നെസ്, ഒത്തിരി പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അലൈൻമെൻ്റ് ആണ്. നിങ്ങളുടെ മൈൻഡ്, ബോഡി, സ്പിരിറ്റിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിലിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു എനർജിയിൽ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒത്തിരി ഇൻഫർമേഷൻസ്, ഒത്തിരി അവേക്കനിങ് സ്റ്റേജിൽ കൂടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ജഡ്ജ്മെൻറ്റിൻ്റെ എനർജിയാണ്. ഓക്കെ, നമുക്ക് കാർഡ്സ് എടുത്തിട്ട് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 2. Ten of Wands in the energy, 2 of Swords, 4 of Swords in the energy. ഇന്നത്തെ ദിവസം നിങ്ങൾ നോ പറയേണ്ടടുത്ത് സ്ട്രോങ് ആയിട്ട് നോ പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ ഇരുന്നിട്ട് തുറന്ന് പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഓവർ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഒത്തിരി ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ എനർജിയിൽ വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ ഡിസേർവ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ അർഹിക്കുന്നത്, അത് നിങ്ങളുടെ അടുത്തോട്ട് ഇന്നത്തെ ദിവസം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത എന്തെങ്കിലുമൊക്കെ ഹാർഡ് വർക്ക് ആയിരിക്കാം, അതിൻ്റെ റിസൾട്ടായിരിക്കാം. കുറച്ച് പേർക്ക് ഹീലിംഗ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും നിങ്ങൾക്ക് പേടിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾ കുറേ നാളായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ആ ഒരു എനർജി കുറച്ചും കൂടെ ബോൾഡായിട്ട്, കുറച്ചും കൂടെ കോൺഫിഡൻസോട് കൂടി നേരിടാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ 3 of Wandsൻ്റെ എനർജി. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സൈക്കിളിൽ കൂടെ പോയിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് കുറേ നാളായിട്ട് സാധിച്ചിട്ടില്ല. എന്തെങ്കിലും ടെസ്റ്റിംഗ് പീരീഡ് ആയിരിക്കാം. നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാകാം എൻ്റെ വിധി, അല്ലെങ്കിൽ എന്നെ ദൈവം ഒത്തിരി ടെസ്റ്റ് ചെയ്യുന്നു. അതിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വന്നിട്ട് ഒത്തിരി പീസ്ഫുൾ എനർജി ഫീൽ ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ അത് ക്ലാരിറ്റിയുടെ രൂപത്തിലായിരിക്കാം, എന്തെങ്കിലുമൊക്കെ സ്പിരിച്വൽ അവേക്കനിങ് സംഭവിക്കുന്നുണ്ടാകാം. അതായത് അതിനെക്കുറിച്ചിട്ടുള്ള അറിവുകൾ, അത് എന്തുകൊണ്ടിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്, അതെല്ലാം കുറച്ച് പേർക്ക് മനസ്സിലാകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മനസ്സിലായി കഴിയുമ്പോൾ ആ പാസ്റ്റിലെടുത്ത ഡിസിഷൻസ് അല്ലെങ്കിൽ പാസ്റ്റിലെ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ പർപ്പസായിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ വന്നേക്കുന്നത്, നിങ്ങളുടെ പർപ്പസ് എന്താണ്, ആ ഒരു എനർജിയായിട്ട് കുറച്ച് പേർക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താ നോക്കാം. താങ്ക് യു. കുറച്ച് പേര് വെക്കേഷന് വേണ്ടിയിട്ട് തിങ്ക് ചെയ്യുന്നുണ്ടാകാം. ബ്ലെസ്സിങ്സ് എന്താണ് പൈൽ നമ്പർ 2യുടെ. താങ്ക് യു. 4 of Cupsൻ്റെ എനർജി. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓഫർ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് രണ്ടാമതൊരു അവസരമായിരിക്കാം.
കുറച്ച് പേര് ഒത്തിരി നാളായിട്ട് ഒരു ബോറിങ് എനർജിയിൽ ഇരുന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, പർപ്പസ് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ കോൺഫിഡൻസിൻ്റെ കുറവായിരിക്കാം, പേടി കൊണ്ടിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന എനർജിയും ആകാം. അപ്പോൾ അതെല്ലാം ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അവസരം ലഭിക്കുന്നതാണ്, ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് അത് മെസ്സേജിൻ്റെ രൂപത്തിലായിരിക്കാം, കുറച്ച് പേർക്ക് സ്നേഹം, കാരുണ്യം, ആ ഒരു എനർജിയുടെ രൂപത്തിലായിരിക്കാം. ഓക്കെ, 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, ഒത്തിരി ഗ്രോത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പാസ്റ്റിൽ നിങ്ങളുടെ സൈഡിൽ നിന്നിട്ട് നിങ്ങൾ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ടുള്ള വിത്തുകൾ വിതച്ചിട്ടുണ്ട്, ഇൻറ്റൻഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ്, ഗ്രോത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു മൊമെൻറ്റ് ചിലപ്പോൾ ഇന്നായിരിക്കാം. ഓക്കെ, ബാക്കിൽ വന്നിട്ട് എഗെയിൻ ഈ ഒരു 10 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഹീലിങ്ങും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ബോഡി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. ഒത്തിരി ഇമോഷണൽ പെയിൻ കൊണ്ടിട്ട് നിങ്ങൾ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ ഡിസീസ് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ബാലൻസിലോട്ട് വരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ ഹീലിംഗ് അവൈലബിൾ ആണ്. കുറച്ച് പേരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഷെയിം, എന്തെങ്കിലുമൊക്കെ ഗിൽട്ട് ഫീലിംഗ്, ഒരു നാണക്കേടിൻ്റെ എനർജി, അതുകൊണ്ടിട്ട് നിങ്ങൾ കുറേ നാളായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഹീലിംഗ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറച്ചൊന്നൊരു ഹാർട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ടും കുറച്ച് പേരോട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത്, എന്തെല്ലാം ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളാണ് എൻ്റെ മുന്നിലോട്ട് വരുന്നത്, അത് മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് മുന്നേറാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനും ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പ്രേയേഴ്സിന്, ഒത്തിരി നാളായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച എന്തെങ്കിലും കാര്യങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പീസ് കൊണ്ടുവരുന്നതാണ്. ആ ഒരു 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് മുന്നോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.